ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സീനത്ത് കിച്ചൺ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ വലിയ പെരുന്നാളൊക്കെ ആയിരുന്നു. ഒളിയത്തിൻ്റെ ഇറച്ചിയൊക്കെ കിട്ടി. അപ്പോൾ അതിലേക്ക് ഒരു നല്ല വില കുറഞ്ഞ് നല്ല ചന്തയിൽ നല്ല വില കുറവുണ്ടായിരുന്നു പൂളാക്കുന്ന പോലെ. അപ്പോൾ അങ്ങനെ 2 കിലോ പൂള കൊടുത്തിരുന്നു. അപ്പം ബീഫും പൂളയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബീഫും പൂളൊക്കെ ഉണ്ടാക്കാനൊക്കെ അറിയില്ല, അല്ലെ കപ്പ പൂള എന്നൊക്കെ പറയും. ഞാൻ എൻ്റെ റെസിപ്പി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം പൂള കൊത്തിയായിരുന്നു കഴുകി വൃത്തിയാക്കി, തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞിട്ടിട്ട് അത് വൃത്തിയാക്കി കഴുകണം കേട്ടോ. എന്നിട്ടാണ് ഞാൻ കേൾക്കില്ല. എന്നിട്ട് ഞാൻ എളുപ്പമാവാൻ വേണ്ടിയിട്ട് രാവിലത്തെ കടിയാണ്. കുക്കറിലാണ് വെച്ചത്. കുക്കറിലിട്ട് അതിക്ക് 2 ടീസ്പൂൺ ഉപ്പിട്ട് 1 കിലോ പൂള, പിന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചു. എന്നിട്ടിപ്പോൾ എന്താ അതാണ് വേഗം ആവണല്ലോ, വേഗം അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കുക്കർ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കറിയും കൂട്ടാനൊക്കെ വേഗം ആക്കണം. അപ്പോൾ ഡ്യൂട്ടിക്ക് പോകാനുണ്ട്, വേഗം ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. പൂള അടുപ്പത്ത് വെച്ച് ഇനി വേഗം എനിക്ക് പെട്ടെന്ന് ചായക്ക് വെള്ളം വെക്കണം. അപ്പോഴേ വേഗം പണി കഴിയുള്ളൂ. അപ്പോൾ വേഗം പണി കഴിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പണിയാണ്. ചായ അടുപ്പത്ത് വെച്ച് ഇനി വേഗം ബീഫിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടി തേങ്ങ ചിരകുകയാണ്. അതിലേക്ക് 1 മുറി തേങ്ങ, 3 ചെറിയ ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്, പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം, ഇട്ടിട്ട് അത് ചട്ടി അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇനി ചായ വെള്ളം തിളച്ച് ഇന്നിപ്പോൾ ചായയിൽ പൊടി ഇട്ടിട്ട് വേണം ചായ ഇറക്കി വെക്കാൻ. ചായയിൽ പൊടിയിട്ട് പിന്നെ ചായ ഉണ്ട് അടുപ്പത്ത് വേണം. നമ്മൾ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ചട്ടി വെച്ച് തേങ്ങ ഇങ്ങനെ വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചാണ്. ചട്ടി ചൂടായി അതിലേക്ക് തേങ്ങയിൽ ചെറിയ ഉള്ളിയും ജീരകം, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടാട്ടോ. അപ്പം ഞാൻ അടി പിടിക്കാതെ കിടത്തിക്കൊണ്ടിരിക്കുക. 5 മിനിറ്റ് ആയപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്, നല്ല ഒരു പാകമായി വന്നിട്ടുണ്ട്. അപ്പം അടി പിടിക്കാൻ പാടില്ല. അപ്പം ഇളക്കുമ്പോൾ അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബീഫ് ഇന്നലെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് വേവിച്ച് വെച്ചിരുന്നു. അപ്പോൾ അത് ഇട്ടിട്ടുണ്ട്. ബീഫ് കിട്ടിയൊക്കെ തന്നെയാണ് കട്ട് ചെയ്ത് വേവിച്ചിട്ടത്. രാവിലെ തന്നെ റെഡി ആവേണ്ട രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ തേങ്ങ റെഡി ആയി വന്നിട്ടുണ്ട്. ഞങ്ങൾ മിക്സിയിലിട്ട് അരച്ച് വന്നിട്ട് വേണം, തേങ്ങ ചൂടാറിയിട്ട് വേണം മിക്സിയിലിട്ട് അരക്കാൻ. അപ്പോൾ അടുത്തൊരു ചട്ടി വെച്ച് ചട്ടിയിൽ പിന്നെ 2 തക്കാളിയും കട്ട് ചെയ്തിട്ട്, പിന്നെ 2 പച്ചമുളകും കട്ട് ചെയ്തിട്ട് അത് നന്നായി വെന്ത് വന്നപ്പോൾ ഇത് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ച് മിക്സി കൊണ്ടാക്കി നല്ല പോലെ അതുകൊണ്ട് ഇട്ടിട്ട് തക്കാളി എന്നിട്ട് നന്നായി വന്നതിന് ശേഷം അതിലേക്ക് തേങ്ങ അരച്ച് വെച്ചതുണ്ടായിരുന്നു. ആദ്യത്തെ തേങ്ങ ചൂടാറിയപ്പോൾ മിക്സിയിലിട്ട് അരച്ച് വറുത്തെത്തി തേങ്ങ അതും അങ്ങോട്ട് ഒഴിച്ച് വെച്ചു. അത് നല്ല തിളക്കുന്നത് വരെ നല്ല ഇളക്കി കൊടുത്തിട്ട് എല്ലാം തിളക്കണം കേട്ടോ. അല്ലാഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഒന്നും കിട്ടൂല, ഒരു പച്ചച്ചോയ ഉണ്ടാവില്ല, അതങ്ങോട്ട് പോകാൻ. ഞാനിങ്ങനെയൊക്കെ ഉണ്ടാക്കല്. നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കല എൻ്റെ റെസിപ്പീസ് നിങ്ങൾ പറയണം. പിന്നെ ബീഫിൽ ഞാൻ ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഉലുവ, ചെറിയ ഉള്ളി, ഗരം മസാല, ബീഫ് മസാല ഒക്കെ ഇട്ട് നല്ല വേവിച്ചെടുത്ത ബീഫാണ്.
അപ്പം ഇതിലൊന്നും വല്ലാതെ ഒന്നും കിട്ടുന്നില്ല. നാടൻ വിഭവമാണ്. അപ്പോൾ എന്തായാലും അപ്പോൾ നമ്മൾ പൂള സെറ്റായി വന്നിട്ടുണ്ട്, റെഡി ആയിട്ട്. ഇനി പൂള വാങ്ങി വെച്ചിട്ട് അത് ഊറ്റിയെടുക്കട്ടെ. പൂളയിൽ നിന്ന് വെള്ളം ഊറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ നമ്മൾ ഒരു കുക്കറിലായതുകൊണ്ട് നല്ല വലിയ കുക്കറായതുകൊണ്ട് നേരെ വെള്ളം വെച്ച് നല്ല സെറ്റിലായി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ അരവൊക്കെ കുക്കർക്കാണ് വെച്ച് കൊടുക്കുകയാണ്. അരവും തേങ്ങയും ഒക്കെ അരച്ച് ബീഫൊക്കെ ഇട്ടിട്ട് ഇളക്കിയിട്ടോ, ബീഫൊക്കെ ഇട്ടിട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റിയാണ്. തേങ്ങ വറുത്തരച്ച് ബീഫ് കൂട്ടി പൂള വേവിച്ച് വെച്ച് അപ്പോൾ പൂള ബിരിയാണി എന്ന് പറയാം. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മക്കളെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കുട്ടികൾക്കൊക്കെ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. എല്ലാവർക്കും രാവിലെ വൈകുന്നേരമൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാവരും വരിയിൽ ഇപ്പോൾ ബീഫ് ഉണ്ടാവുമല്ലോ, വലിയ പെരുന്നാളൊക്കെ കഴിഞ്ഞാലോ.